രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. മലപ്പുറം ജില്ലയിൽ കാലവർഷം ശക്തമായി തുടരുന്നു. മെയ് 25 മുതൽ ഇന്ന് വരെ ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 വീടുകൾ ഭാഗികമായും, കൊണ്ടോട്ടി താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. കാലവർഷക്കെടുതിയിൽ തിരൂരങ്ങാടി താലൂക്കിലെ വള്ളിക്കുന്ന് വില്ലേജിൽ ബാലാതിരുത്തിയിൽ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ വാഗയിൽ ഷിനോജിന്റെ മകൻ ശ്രീരാഗ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. വിവിധ താലൂക്കുകളിലായി 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറനാട് താലൂക്ക് പരിധിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന മലപ്പുറം വില്ലേജിൽ കോട്ടക്കുന്ന് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 6 കുടുംബങ്ങളിലെ 24 പേരെ മലപ്പുറം മുനിസിപ്പൽ ടൌൺ ഹാളിൽ സജ്ജീകരിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പിൽ നിലവിൽ 9 വീതം പുരുഷന്മാരും സ്ത്രീകളും 6 കുട്ടികളുമുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വെറ്റിലപ്പാറ വില്ലേജിലെ കരിമ്പ് പ്രദേശത്ത് നിന്ന് 6 കുടുംബങ്ങളിലെ 21 പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വ്യാപകമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണും മറ്റും കെഎസ്ഇബിക്ക് ജില്ലയിലെ 3 സെക്ഷനുകളിലായി 5.94 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി. തിരൂർ സെക്ഷന് കീഴിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. തിരൂരിൽ 3.35 കോടി രൂപയും, മഞ്ചേരി പരിധിയിൽ 1.61 കോടിയും, നിലമ്പൂർ മേഖലയിൽ 97.8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. മിക്കയിടത്തും മരങ്ങൾ വീണ് വിതരണ ലൈനുകളും പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചു. ജില്ലയിൽ ഇതുവരെ 2666.76 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 9,44,09,309 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലായി നെല്ല്, വാഴ, കിഴങ്ങ് വിളകൾ, റബ്ബർ, കമുങ്ങ്, തെങ്ങ്, കുരുമുളക്, വെറ്റില, പച്ചക്കറികൾ എന്നീ വിളകൾക്ക് നാശനഷ്ടമുണ്ടായി. കാലവർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വാഴ കർഷകരെയാണ്. 767 ഹെക്ടറിൽ വാഴ കൃഷി നശിച്ചു. നെല്ല് 25, കിഴങ്ങുവർഗ്ഗങ്ങൾ 20, കമുങ്ങ് 19.65, മരച്ചീനി 14.1, കുരുമുളക് 1.5, റബ്ബർ 5.61, തെങ്ങ് 20.26, പച്ചക്കറി, വെറ്റില 2.10 ഹെക്ടറിലെ കൃഷികൾ നശിച്ചു. കാളികാവ്, കൊണ്ടോട്ടി, മഞ്ചേരി, നിലമ്പൂർ ബ്ലോക്കുകളിൽ ചാലിയാർ കരകവിഞ്ഞൊഴുകുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഹെക്ടർ കണക്കിന് കൃഷി വെള്ളത്തിനടിയിലാണ്. മഴ കുറഞ്ഞ് വെള്ളമിറങ്ങിയാൽ മാത്രമേ ഇവിടങ്ങളിലെ നാശനഷ്ടം കൃത്യമായി കണക്കാക്കാൻ സാധിക്കൂ. ജില്ലയിൽ ഭാഗികമായി 71 വീടുകൾ തകർന്നത് താലൂക്ക് അടിസ്ഥാനത്തിൽ തിരൂർ 17, കൊണ്ടോട്ടി 24, തിരൂരങ്ങാടി 7, ഏറനാട് 6, പൊന്നാനി 10, പെരിന്തൽമണ്ണ 5, നിലമ്പൂർ 2 എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള കണക്കുകൾ. കൊണ്ടോട്ടി താലൂക്കിലെ ചേലേമ്പ്ര വില്ലേജിൽ കോണോത്തുംകുഴി PK ഹൌസിൽ ഹഫ്സ ഷംസുദ്ദീന്റെ വീട് പൂർണ്ണമായും തകർന്നു. വീടിന് മുകളിൽ മരം വീണ് തിരൂർ താലൂക്കിലെ നടുവത്തൊടിയിൽ രമണി, മകൻ രഞ്ജിത്ത് എന്നിവർക്ക് പരിക്കേറ്റു. കൊണ്ടോട്ടി താലൂക്കിലെ വാഴയൂർ വില്ലേജിൽ 15-ാം വാർഡിലെ മുണ്ടയാട് മീത്തൽ വീട്ടിൽ പാറമൽ ആയിഷയുടെ വീടിന് മുകളിലേക്ക് മരം വീണ വീട്ടിലുണ്ടായിരുന്ന സുഹ്റ ബീവിക്ക് പരിക്കേറ്റു. ഏറനാട് താലൂക്ക് കീഴുപറമ്പ് വില്ലേജിൽ ഇടക്കൽ വീട്ടിൽ തങ്ക, തിരൂർ താലൂക്കിൽ താനൂർ വില്ലേജിലെ ഹുസൈൻ, സഹദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ ജില്ലയിൽ ശരാശരി 24 മണിക്കൂറിനിടയിൽ 79.32 mm മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. വേഗമാകട്ടെ, ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ.